അഴകേ അഴകേ നനു നനവീഴും മഴയേ ഇനി എൻ മിഴികൾ ഒരു നിഴലാനിൻ വഴിയേ അഴകേ അഴകേ. പിന്നെ 5 വർഷം എത്ര പെട്ടെന്നല്ലേ പോയത്. ശരിയാ. ഇതുപോലൊരു ന്യൂ ഇയറിനാണ് ഈ കടലമ്മ എനിക്ക് ഈ മുത്തിനെ തന്നത്. മുത്തോ? ആ, അതാരാ? നീ എന്റെ മുത്തല്ലേ? ഞാനോ? ഞാൻ മുത്താണോ? ചിപ്പിയല്ലേ? എടി നീ എന്റെ മുത്തുച്ചിപ്പിയല്ലേ? നീ എന്റെ ഫയർ അല്ലേ? അയ്യേ, ഇതെന്ത് വൃത്തികെട്ട മനുഷ്യനാ. എന്തോന്ന്? എടി നീ ഉദ്ദേശിക്കുന്ന മുത്തുച്ചിപ്പി ഫയറും അല്ല. എടി കടലിലെ മുത്തുച്ചിപ്പി പുഷ്പയുടെ ഫയർ. ഏത് നമ്മുടെ അല്ലു അർജുന്റെ? അതാണെങ്കിൽ എനിക്ക് ഇഷ്ടം. വെറും ഫയറല്ല, ബീച്ച് ഫയർ. വൈൽഡ് ഫയർ എന്നല്ലേ? എടി അത് കാട്ടില്, ഇത് കടലല്ലേ, അപ്പൊ ഇത് ബീച്ച് ഫയർ. ഓ, പൗരുഷം. പിന്നെ ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ടപ്പോഴേ നിനക്ക് ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ചു തന്നത് എന്താണെന്നറിയാമോ? നാടൻ കരിക്ക്, നാടൻ കരിക്ക്, ഒളിയാത്ര. കടപ്പുറത്ത് വരുന്നവർക്ക് ദാഹം മാറ്റാം, കരിക്ക് കുടിക്കാം. കരിക്ക് കരിക്ക്. അതെ, 2 ഗൗളി യാത്ര എടുക്കട്ടെ. നല്ല വെള്ളമുള്ളൊക്കെ ഒരെണ്ണം എടുക്കാട്ടാ. ചേട്ടാ, നന്നായി കാമ്പള നോക്കി എടുക്കണേ. അതെന്തോ പറച്ചില്ലത്, വർഷങ്ങൾ കൊണ്ട് എന്റെ ഉപജീവന വിധത്തിലേ കാമ്പുള്ളതും വെള്ളമുള്ളതും കണ്ടാ എനിക്കറിയത്തില്ലേ. അല്ല ഏട്ടാ, നമ്മൾ ഒരുപാട് സ്ഥലത്ത് കരി കുടിച്ചിട്ടുണ്ടല്ലേ. അല്ല ഏട്ടാ, ഇത് എങ്ങനെ അറിയുന്നുണ്ട് ഇതിനകത്ത് വെള്ളവും കാമ്പും ഒക്കെ ഉള്ളത്? സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണത്. നമ്മൾ തന്നെ കരിക്ക് അങ്ങോട്ട് എടുക്കണം. ഇങ്ങനെ എടുത്തിട്ട് ചെവിയുടെ അവിടെ ഇങ്ങനെ കൊണ്ടുവരണം. എന്നിട്ട് കരിക്ക് അങ്ങോട്ട് കുലിക്കണം. ഇതിനകത്ത് വെള്ളമില്ല, വെള്ളമില്ല. അപ്പൊ ഇതൊക്കെ മാറ്റി വെക്കും. അടുത്ത എടുക്കും, എന്നിട്ട് കൊണ്ടുവന്നിട്ട് വെള്ളമില്ല. ചേട്ടാ ഇത് എന്തോന്ന് കുലുക്കുന്നത്? കരിക്കല്ല, ചേട്ടന്റെ തലയാണ് കുലുക്കുന്നത്. തലേ? ചുമ്മാതല്ല, കച്ചവടം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോ തലയ്ക്ക് ഭയങ്കര വേദന. വെള്ളമുള്ള പോലെ. ഇതിനകത്ത് വെള്ളമുണ്ട് കേട്ടോ, വെള്ളമുണ്ട്, വെള്ളം. മതി മതി മതി. ഒരു കാര്യം ചെയ്യ്, കുടിച്ചോ 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 കുടിച്ചോ. പിന്നെ ഒരെണ്ണം മതി, ഒരു സ്ട്രോ കൂടെ ചേട്ടാ, നമുക്ക് ഒരു സ്ട്രോ മതി. ഒരു സ്ട്രോ വെച്ച് 2 പേർക്കും കൂടി കുടിക്കാം. അതാണ് നല്ലത്. ഇവിടെ വന്നിരിക്കാം. അതെന്താ ഇംഗ്ലീഷ് പടത്തിൽ കൂട്ടോ? എന്തോ പറ്റി ചേട്ടാ, എന്തോ പറ്റി? 2 രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം. എന്തായാലും മദാമയുടെ ഇന്ന് അടിയിട്ടെന്ന് പറയരുത്. എങ്ങനെ മനസ്സിലായി? കവളത്ത് എഴുതി വെച്ചിട്ടുണ്ട് മേഡ് ഇൻ USA. അതെ, എന്നാ ഞാനവിടെ ചെന്നിട്ടേ എനിക്ക് മറ്റേ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ പിടിച്ച് അമർത്തണമെന്ന് ഇംഗ്ലീഷ് പറഞ്ഞതുള്ളൂ. അപ്പൊ തുടങ്ങിയ അടിയാണ്. അപ്പുറത്തെ ബീച്ചിൽ നിന്ന് ഇപ്പുറം വരെ അടിച്ച് തളർന്നപ്പോ അവര് തിരിച്ചു പോവുകയും ചെയ്തു. അമ്മാ, ഇതാരായത്? അയ്യോ, മാർവലസ്, അമേസിംഗ്. ചേട്ടാ മനസ്സിലായ? അല്ലു അർജുനും രശ്മിക മന്ദാരെ. നമസ്കാരം ചേച്ചി. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഞാനൊരു ഓൺലൈൻ ചാനലിന് വരികയാണ്. പണി തരുമോ 2025 എന്നൊരു പ്രോഗ്രാമിന്റെ അവതാരകരാണ് ഞാൻ. അപ്പൊ നിങ്ങൾ മികച്ച കപ്പിളാണെന്ന് തോന്നുന്നു. എന്റെ ഷോയിൽ നിന്ന് പങ്കെടുക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ലോക്കൽ ചാനൽ നമ്മൾ പങ്കെടുക്കൂല. അയ്യോ, ലോക്കലല്ല, ഇത് ഇന്റർനാഷണൽ ചാനലാണ്. അതാണ് ഇന്റർനാഷണൽ. നേരത്തെ കിട്ടിയപ്പോ ഞാൻ കണ്ടത് കവളിനകത്ത് USA ഇന്റർനാഷണൽ. ഇരിക്കട്ടെ ചേച്ചി, ഞങ്ങളുടെ പ്രോഗ്രാമിൽ ഒന്ന് സഹകരിച്ചൂടെ? ചേട്ടാ, നമുക്കൊന്ന് സഹകരിച്ചൂടെ പ്ലീസ്? ചേട്ടാ, ആകർഷകമായ സമ്മാനങ്ങളുണ്ട്. സമ്മാനമുണ്ട്. ഒന്നാം സമ്മാനം വാഷിംഗ് മെഷീൻ. വാഷിംഗ് മെഷീൻ കിട്ടും? ഉറപ്പ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പങ്കെടുക്കാം. വാഷിംഗ് മെഷീൻ കിട്ടി കഴിഞ്ഞാലേ വീട്ടിലുള്ള പകുതി ജോലി അങ്ങ് കുറഞ്ഞു കിട്ടും. ഇവിടെ തുണി കഴിയുവാണ് എന്റെ ഊപ്പാട് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഷോ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഗെയിമുകളുണ്ട്, കുസൃതി ചോദ്യങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ചിങ്കി പിങ്കി. ഞാനും ഉണ്ട്. എന്താ? ഞാനും ഉണ്ട്. മങ്കി എന്നല്ല പറഞ്ഞത്, ശ്രദ്ധിച്ച് കേൾക്കണം. ചിങ്കി പിങ്കി എന്നാണ് പറഞ്ഞത്, മനസ്സിലായോ? അപ്പൊ ഞാൻ ബ്ലിങ്കി. ഞാൻ ഇവിടെ എന്നിട്ട് കാര്യമില്ല, അങ്ങോട്ട് പോട്ടെ കേട്ടാ. അപ്പൊ ആദ്യത്തെ ഇനം എന്ന് പറഞ്ഞാൽ കുസൃതി ചോദ്യമാണ്. ചോദ്യം? അതെ. എന്റെ ചേട്ടൻ ഭയങ്കര കുസൃതിയാണ്. ഇവരെ കുസൃതി എന്നല്ല പറയാനുള്ളത്, കുണ്ടാമണ്ടി. നിന്റെ പറയേണ്ടതേ കുണ്ടണി. ചേട്ടാ, പ്രോഗ്രാമിലേക്ക് കിടക്കാം. ഈ റൗണ്ടിന്റെ പേരാണ് ചേർച്ച ചോർച്ച. നമ്മൾ ഭയങ്കര പൊരുത്തോട്. പക്ഷെ ഈ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ ഇതിൽ മത്സരിച്ചിട്ട് ദാമ്പത്യമൊക്കെ പരാജയപ്പെട്ട ആൾക്കാരുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വഴക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ റിസ്കി ഗെയിമാണ്. ഒരിക്കൽ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ പറ്റാത്ത ഗെയിമാണ്. അതായത് ഭാര്യ ഭർത്താവിന്റെ പാസ്വേഡ് പറയുക, ഭർത്താവിന്റെ പാസ്വേഡ് ഭാര്യയും പറയുക. ഫോണിന്റെ പാസ്വേഡ്. അതെ, ചേട്ടന്റെ പാസ്വേഡ് ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ.
ചമ്മന്തി. ചമ്മന്തി correct ആണല്ലേ? ആ, അവളുടെ പാസ്വേഡ് ഹിപ്പപ്പൊട്ടാമസ്. ഹിപ്പപ്പൊട്ടാമസ് ചമ്മന്തി ഒരു ചേർച്ചയില്ലല്ലോ. ഹിപ്പപ്പൊട്ടാമസ് ചവിട്ടിയ ചമ്മന്തിയാവും. അപ്പൊ ചേരും ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മൊബൈലിലേക്ക് തരിക, ഞാൻ പാസ്വേഡ് അടിച്ചു നോക്കാം. ഇതാ അപ്പൊ ചേച്ചി ചേട്ടന്റെ പാസ്വേഡ് പറഞ്ഞത് ചമ്മന്തി എന്നാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനൊന്ന് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അയ്യോ, ഓപ്പൺ ആയില്ലല്ലോ. അല്ല, രാവിലെ ഞാൻ പാസ്വേഡ് ഒന്ന് ചെറുതായിട്ട് മാറ്റിയായിരുന്നു. എന്തോന്നാക്കിയത്? സാമ്പാറാക്കി. ഓപ്പണായി. കറക്റ്റാണ്. ചേച്ചി പറയുന്നത് കറക്റ്റാണ്. ഇനി നമുക്ക് ചേച്ചിയുടെ പാസ്വേഡ് നോക്കാം. അതെ, ഞാൻ ഹിപ്പോപ്പൊട്ടാസം എല്ലാം ഒന്ന് മാറ്റി. ഇപ്പൊ എന്താക്കിയിരുന്നു? വേട്ടാവളിയൻ. ചേർത്ത വേട്ടാവളിയനും സാമ്പാറും. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ പൊരുത്തത്തിന്റെ രഹസ്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്നും അതിരാവിലെ എടുത്ത് പാസ്വേഡ് മാറ്റി കഴിഞ്ഞാൽ എല്ലാ കുടുംബങ്ങളും ഒരുപാട് കാലം നീണ്ടു നിൽക്കും. അപ്പൊ നമുക്ക് അവസാനത്തെ ഫൈനൽ ഗെയിമിലേക്ക് കിടക്കാം. ഫൈനൽ ഗെയിം. ഈ ഫൈനൽ ഗെയിമിന്റെ പേര് ഫൈൻഡ് ദ ഹസ്ബൻഡ് എന്നാണ്. അപ്പൊ ഹസ്ബൻഡിന് പോയിന്റ് വെച്ച് തരുമോ? അതല്ല, ഫൈൻഡ് ദ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിനെ കണ്ടെത്തൽ, ഭർത്താവിനെ കണ്ടെത്തൽ. ഇതാണ് എന്റെ ഭർത്താവ്. ഇതെന്റെ ഭാര്യയെ കണ്ടെത്താൻ അടുത്തേക്ക്. അങ്ങനെ അല്ല ചേട്ടാ. കറക്റ്റ് സമയത്ത് ഗൗളി ചെലച്ച്. ചേട്ടാ, നമ്മുടെ ഈ ഗെയിമിൽ ഒന്ന് സഹകരിക്കാൻ പറ്റും പ്ലീസ്? അല്ലെ, നേരത്തെ വൃത്തിയായിട്ട ഗെയിം കഴിഞ്ഞോ? ചിങ്കിപ്പിക്കുക കഴിഞ്ഞു. ഇത് ഫൈനലായി. ഞാൻ ഉണ്ടാ ചേട്ടനുണ്ട്. ഓക്കെ, ഗെയിം എന്ന് പറഞ്ഞാല് ഞാൻ ചേച്ചിയുടെ കണ്ണ് ഈ കറുത്ത തുണി വെച്ച് കെട്ടും. ചേച്ചി ഈ 3 പേരിൽ നിൽക്കുന്നതിൽ ഭർത്താവിന്റെ കയ്യിലോ മുഖത്തോ സ്പർശിച്ച് വേണം കണ്ടുപിടിക്കാൻ. റെഡിയല്ലേ? എന്ത് എളുപ്പമുള്ള ഗെയിം. എളുപ്പമാണോ? പിന്നെ ഞാൻ ഏത് ഉറക്കത്തിലും എന്റെ ഭർത്താവിന് തിരിച്ചറിയും. സത്യം, ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പോകുമ്പോ ഇവളല്ലേ എന്നെ കണ്ടുപിടിക്കുന്നത്. എളുപ്പമുള്ള ഗെയിം ആണെങ്കിൽ ഷൂട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ത്രില്ല് ഉണ്ടാവില്ല. അല്ല, കുഴപ്പമില്ല, ഇത് നമുക്ക് ചെയ്ത് കാണിക്കാം. നമ്മളുടെ ആ ഒരു പൊരുത്തം ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ. ഓ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, കാണിക്കാം. അപ്പൊ ഞാൻ ആദ്യം ചേച്ചിയുടെ കണ്ണ് കെട്ടുകയാണ്. അപ്പൊ ചേച്ചിയുടെ കണ്ണ് കെട്ടാൻ പോവുകയാണ്. ചേച്ചി, കണ്ണ് കാണാനൊന്നും പറ്റുന്നില്ലല്ലോ അല്ലേ? ഒട്ടും കാണാൻ പറ്റുന്നില്ല. കള്ളം പറയല്ലേ? സിമ്പിൾ ആണ്, അവൾ പെട്ടെന്ന് കണ്ടുപിടിക്കും. ഗെയിം പൊളിയാൻ സാധ്യത ഉണ്ട്. നമുക്ക് നോക്കാലോ. അപ്പൊ ചേച്ചിയെ ഞാൻ പതുക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി ഇവിടെ ഒരു 2 റൗണ്ട് കറക്കി നിർത്തുകയാണ്. ഞാൻ കൗണ്ട് ഡൗൺ പറഞ്ഞതിന് ശേഷം മാത്രമേ ചേച്ചി പോകാം. ലെഫ്റ്റ് കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, റെഡി? അതെ, ഞാൻ ഇവിടെ നിൽക്കാം, നീ ഇവിടെ നിന്നാ മതി. അല്ലേ വേണ്ട, ഇവിടെ നിന്ന് തുടങ്ങി കഴിഞ്ഞാലേ ഗെയിം ആദ്യമേ പൊളിയും. അത് എന്നെ കണ്ടുപിടിക്കുമല്ലോ. ഞാൻ ഇവിടെ നിൽക്കാം. അപ്പൊ നിങ്ങൾ ചിലപ്പോ മത്സരിക്കേണ്ടി വരൂല. തുടങ്ങിക്കോ. റെഡി, 3, 4. ഏട്ടന്റെ കൈയിന്റെ അതേ വണ്ണം, പക്ഷേ അതാന്ന് തോന്നില്ല. അയ്യോ, ഏട്ടൻ അതേപോലത്തെ ചെവി, പക്ഷേ എന്തോ ഒരു വ്യത്യാസം പോലെ. മൂക്കിന് ചെറിയൊരു വളവുണ്ടല്ലോ. ഓ, ഇതാണോ? പെൻഡിങ്ങിലേക്കാം. ഇത് തീരെയല്ല. അയ്യോ, ഏട്ടന്റെ കൈ പോലെ സോഫ്റ്റ് ആയ കൈ. അയ്യോ അയ്യോ, എന്നെ തലോടുന്ന കൈ. അയ്യോ, ഞാൻ ചാഞ്ഞു കിടക്കുന്ന തൂണ്. അയ്യോ, ചെവി. അയ്യോ അയ്യോ അയ്യോ, ആപ്പിൾ പോലെ തുടുത്ത കവിള്. അയ്യോ, ഞാൻ എന്നും തലോടാനുള്ള മുടി. ഞാനൊന്ന് മെല്ലെ അടുത്തേക്ക് നിന്നോക്കട്ടെ. അയ്യോ, എനിക്ക് പെരുത്ത് കയറുന്നു. ചേട്ടാ, ഒന്ന് അടങ്ങി നില്ല് പ്ലീസ്. ഹലോ വനജേ, നീ എത്രയും പെട്ടെന്ന് കുടുംബ കോടതി വരുന്നു പറഞ്ഞു. എന്തിനാ നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ പോടി. ഡിവോഴ്സ് പെട്ടെന്ന് പാടി. ആങ്കറേട്ടാ. ഓ, എന്താ ആങ്കറേട്ടാ, ഞാൻ എന്റെ ഭർത്താവിനെ ഉറപ്പിക്കട്ടെ? അതെ, ഒന്ന് ആലോചിച്ചിട്ട് പോരെ ഉറപ്പിക്കുന്നത്. ആങ്കറേട്ടാ അവിടെയല്ലേ നിൽക്കുന്നത്? അതെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചതാണ് എന്റെ ഭർത്താവ്. ചേട്ടനറിയോ, എന്റെ ഭർത്താവിന്റെ ഓരോ ശ്വാസം എനിക്ക് മനസ്സിലാവും. ഏട്ടാ, ഞാൻ ഏട്ടനെ കണ്ടുപിടിച്ച്. ചേട്ടാ, എനിക്ക് അതേ സംശയം തോന്നിയത്. ഇപ്പോഴും നിന്നെ സംശയം തുടങ്ങിയടി. ഹലോ വനജേ, എടി കുടുംബ കോടതി ക്യാൻസൽ. അവിടെ ചെന്നാ അവന്റെ കേറിയാ പരാതി കൊടുത്താ
അയ്യോ അയ്യോ എന്റെ ഭാര്യ പോയി. എടീ എടീ നിനക്ക് തലോടുന്ന കൈയല്ലേ അത്? അവന്റെ കൈ തൊട്ടപ്പോ നിനക്ക് ഭയങ്കര സ്മൂത്ത് അല്ലേ? ഇനി നീയുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇനി നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അയ്യോ ചേച്ചി പോലെ ചേട്ടാ പോലെ എന്റെ പണിതര് 2025 പ്രോഗ്രാം വൈൻഡപ്പ് ആയില്ല. ഞാൻ വൈൻഡപ്പ് ആക്കി തരാം. ചേച്ചി മോഹൻലേച്ചി പണിതര് 2025 പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തിട്ട് പോകും ചേച്ചി. മര്യാദക്ക് ജീവിച്ച ഞങ്ങളെ രണ്ടാക്കിയപ്പോ നിനക്ക് സമാധാനം. നിനക്ക് വൈൻഡപ്പ് വേണം. യഥാർത്ഥത്തിൽ എന്റെ പെണ്ണുമ്പള പോയി. ദൈവത്തെ ഓർത്തു എന്റെ കൂടെ വന്ന് ജീവിക്കണം. വന്നേ ഒരു മിനിറ്റ്. അവിടെ കൊടുത്ത വൈൻഡപ്പിന്റെ കുറച്ച് ബാക്കിയുണ്ട്. അയ്യോ അണ്ണ ഇപ്പൊ ശരിക്കും 2025 പണിയിട്ട് എനിക്കാണ്. അല്ലണ്ണ വെറുതെ പോയ എനിക്കാണ്ണ. പ്രിയമുള്ള പ്രേക്ഷകരെ, എന്റെ പണിതരും 2025 ഇവിടെ സമാപിക്കുകയാണ്. ഏവർക്ക് ഹാപ്പി ന്യൂ ഇയർ.